മലയാളത്തിലും തമിഴിലുമൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ച താരസുന്ദരിയാണ് കസ്തൂരി. ഇടയ്ക്ക് നടി ബിഗ് ബോസിലും പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം നിരന്തരം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കസ്തൂരി പങ്കുവെക്കുന്ന പോസ്റ്റുകളും വിവാദമായ പ്രസ്താവനകളുമൊക്കെയാണ് വാർത്തയിൽ നിറയാറുള്ളത്. സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് നടി വിവാഹിതയാകുന്നത്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായി സിനിമ വിട്ട് കസ്തൂരി കുടുംബിനിയായി. ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിദേശത്ത് താമസമാക്കിയ നടി അടുത്തിടെയാണ് അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. സിനിമകളെക്കാളും സീരിയലുകളിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം വെബ് സീരീസുകളിലും നടിയുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. രണ്ടാം വരവിലും തിരക്കുള്ള നടിയായി മാറിയ കസ്തൂരി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല, സിനിമ സീരിയൽ ഇൻഡസ്ട്രികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയും സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് വലിയ രീതിയിലാണ് വാർത്തകളിൽ ഇടം നേടുന്നത്. എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കസ്തൂരി ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമയിലെ പ്രമുഖനായൊരു താരത്തിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചായിരുന്നു നടി സംസാരിച്ചത്. മുൻപ് താൻ ഇൻഡസ്ട്രിയിൽ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന കാലത്ത് ഒരു നായകനൊപ്പം 3 സിനിമകൾ ചെയ്യാൻ സമ്മതിച്ചിരുന്നു. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ അദ്ദേഹം തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അന്ന് ലൊക്കേഷനിൽ വെച്ച് താൻ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, തന്റെ പരിധിക്കപ്പുറം ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള തന്റെ ഇഷ്ടക്കേട് ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ അനിഷ്ടം കാണിച്ചതുകൊണ്ട് ഏറ്റെടുത്ത മറ്റ് 2 സിനിമകളിൽ നിന്നും എന്നെ അദ്ദേഹം ഒഴിവാക്കി. ആ 2 സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ എനിക്ക് വിഷമം തോന്നിയില്ല. അത് നല്ലതിന് വേണ്ടിയാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. കാരണം ശപിച്ചുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ എന്നാണ് നടി പറയുന്നത്. 1991 കസ്തൂരി ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. തുടക്കം തമിഴിലൂടെയായിരുന്നു. ശേഷം മലയാളത്തിൽ ചക്രവർത്തി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. മംഗല്യപ്പല്ലക്ക്, സ്നേഹം, ചേട്ടൻ ബാവ, അനിയൻ ബാവ എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളത്തിലും നടി സജീവമായിരുന്നു. എന്നാൽ സിനിമയിലെത്തി 10 വർഷം കഴിഞ്ഞതിന് പിന്നാലെ നടി വിവാഹിതയായി. സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കസ്തൂരിയുടെ വിവാഹം. ശേഷം കുഞ്ഞുങ്ങൾ കൂടി ജനിച്ചതോടെ നടി പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടുനിന്നു. ശേഷം 2009 വീണ്ടും തിരിച്ചുവരവ് നടത്തിയത്. ആദ്യം നായികയായിരുന്നെങ്കിൽ പിന്നീട് സ്വഭാവ നടിയായിട്ടാണ് കസ്തൂരിക്ക് വേഷങ്ങൾ കിട്ടിയത്. ഇതിനു പുറമെ ടെലിവിഷനിലും സജീവമാണ് താരം.